ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്തു വന്ന അലീസോ സാക്കോണി എന്ന ഒരു ഗവേഷകൻ്റെ ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പതിവ് പോലെ തന്നെ ആ പ്രബന്ധത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. റിലേറ്റിവിറ്റി തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള പഠനമാണ് ഈ ശാസ്ത്ര പ്രബന്ധം. റിലേറ്റിവിസ്റ്റിക് ഹൈഡ്രോഡൈനാമിക് എന്ന ഒരു മേഖലയിലാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത്. ഈ പ്രബന്ധത്തിലൂടെ നിങ്ങളൊന്ന് കടന്നു പോവുകയാണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാത്തമെറ്റിക്സ് സമവാക്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. പക്ഷേ ആ മാത്തമെറ്റിക്സ് ഒന്നും അറിയാതെ ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ നിർമ്മിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. റിലേറ്റിവിസ്റ്റിക് ഹൈഡ്രോഡൈനാമിക്കിലാണ് ഈ പഠനം നടത്തിയതെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ഈ റിലേറ്റിവിസ്റ്റിക് ഹൈഡ്രോഡൈനാമിക്? ഹൈഡ്രോഡൈനാമിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ്രാവകങ്ങളുടെ ചലനത്തിൽ നടത്തുന്ന പഠനമാണ്. നമുക്ക് കുറച്ചുകൂടെ വൈഡായിട്ട് ഈ ദ്രാവകം എന്നുള്ളതിനെ വാതകം എന്നുകൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒരു വാതകം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദ്രാവകം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? നമ്മുടെ ചുറ്റുപാടും വാതകങ്ങളുണ്ട്, നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ആ പദാർത്ഥങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത് വളരെ ലൂസ്ലി പാക്ഡ് ആണ്. അതായത് പദാർത്ഥങ്ങൾക്കിടയിൽ വലിയ ഗ്യാപ്പുകളുണ്ട്. ആ പദാർത്ഥങ്ങൾ അങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ചലിക്കുന്നതിനിടയിൽ ഇത് പരസ്പരം വന്ന് കൂട്ടിമുട്ടുന്നൊക്കെ ഉണ്ട്. എന്നാൽ ഖര അവസ്ഥയിലുള്ള ഒരു പദാർത്ഥം എടുക്കുകയാണെങ്കിലോ, ഇതൊരു റിമോട്ടാണ്. ഈ റിമോട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ആ പദാർത്ഥങ്ങൾ വളരെ തിക്കായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ റിമോട്ടിനെ ഇങ്ങനെ കൈകൊണ്ട് കുത്തി പൊട്ടിക്കാൻ സാധിക്കാത്തത്. വളരെ ശക്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകുമായിരിക്കും. പക്ഷേ ജലം പോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ വിരൽ കടത്തിവിട്ട് പരസ്പരം ആ വിരലുകൾക്ക് കൂട്ടിമുട്ടിക്കാനായിട്ട് സാധിക്കുകയില്ല. അന്തരീക്ഷത്തിൽ വായു ഉണ്ടല്ലോ, ആ വായു ഉണ്ടായിട്ട് പോലും ആ വായുവിനെ കീറി മുറിച്ചുകൊണ്ട് എൻ്റെ വിരലുകൾക്ക് ഇങ്ങനെ കൂട്ടിമുട്ടാനായിട്ട് സാധിക്കും. അതിൻ്റെ കാരണം ആറ്റങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഇതിലെ പദാർത്ഥങ്ങൾക്കിടയിലായിട്ട് വലിയ സ്പേസ് ഉണ്ട്. ഇത് വളരെ തിക്കായിട്ട് കിടക്കുന്ന ഒരു പദാർത്ഥമല്ല, വളരെയധികം ലൂസായിട്ട് കിടക്കുന്ന ഒരു പദാർത്ഥമാണ്. നിങ്ങൾ ഒഴുകുന്ന ഒരു പുഴയിലേക്ക് നോക്കുക. ആ പുഴയിൽ ജലത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇത്തരത്തിൽ ലൂസായിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആണ്. ആ മോളിക്യൂൾസ് എങ്ങനെയാണ് ഒഴുകുന്നതെന്ന് നമുക്ക് ഹൈഡ്രോഡൈനാമിക്കിലൂടെ ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു ഗ്ലാസ് ജലം എടുത്തു കഴിഞ്ഞാൽ ആ ജലം നമുക്ക് താഴേക്ക് ഒഴിക്കാം. അങ്ങനെ ഒഴിക്കുമ്പോൾ ആ ജലം ഏത് രീതിയിലാണ് താഴേക്ക് പോകുന്നതെന്ന് ഈ ഹൈഡ്രോഡൈനാമിക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിനെയെല്ലാം അതിശക്തമായിട്ടുള്ള ഗ്രാവിറ്റി ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയാണെങ്കിലോ, ഉദാഹരണത്തിന് ബ്ലാക്ക് ഹോളിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിലോ, ജലം തന്നെ ആകണമെന്നില്ല, ദ്രാവകാവസ്ഥയിലുള്ള അല്ലെങ്കിൽ പ്ലാസ്മ സ്റ്റേറ്റുള്ള എന്ത് വേണമെങ്കിലും ആകാം. ബ്ലാക്ക് ഹോളിൽ ശരിക്കും പ്ലാസ്മ സ്റ്റേറ്റുള്ള ഒരുപാട് പദാർത്ഥങ്ങളുണ്ട്. ആ പ്ലാസ്മ സ്റ്റേറ്റുള്ള പദാർത്ഥങ്ങൾക്ക് ശരിക്കും എന്താണ് സംഭവിക്കുക? അതുമല്ലെങ്കിൽ ഈ ദ്രാവകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങളെ പ്രകാശത്തിൻ്റെ അടുത്ത വേഗതയിലൂടെ കടത്തിവിടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആ വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ആ പദാർത്ഥങ്ങൾക്ക്, ആ ദ്രാവകങ്ങൾക്ക് എന്ത് മാറ്റമായിരിക്കും സംഭവിക്കുക? വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം പറയാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അത് ഞാനിങ്ങനെ കമഴ്ത്തി കഴിഞ്ഞാൽ ആ വെള്ളം അതിൽ നിന്ന് ഒഴുകി താഴേക്ക് പോകും. പക്ഷേ പ്രകാശത്തിൻ്റെ അടുത്തുള്ള വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇപ്രകാരം ഞാൻ ജലം കമഴ്ത്തുന്നതെങ്കിലോ, അവിടെ ഈ നിയമം തെറ്റിപ്പോകും. കാരണം അവിടെ അത് കൃത്യമാകണമെങ്കിൽ റിലേറ്റിവിറ്റി തിയറി കൂടി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജലം ഒഴിക്കുമ്പോൾ നേരെ താഴേക്ക് പോകുന്നതിന് പകരം വളരെ വിചിത്രമായ രീതിയിലായിരിക്കും അത് സഞ്ചരിക്കുക. അത് എങ്ങനെയാണെന്നാണ് ഈ ഒരു ശാസ്ത്ര പ്രബന്ധത്തിൽ അവർ ഡിറൈവ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ഹോളിൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമല്ല, അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടുള്ള ഒരു റോക്കറ്റിൽ സംഭവിക്കുന്ന പ്രതിഭാസം മാത്രമല്ല. പ്രകാശത്തിൻ്റെ അടുത്തുള്ള വേഗതയിൽ സഞ്ചരിക്കുന്ന ദ്രാവകങ്ങൾ നമ്മുടെ ഭൂമിയിൽ തന്നെ ഉണ്ട്. ദ്രാവകം അല്ലെങ്കിൽ പ്ലാസ്മ സ്റ്റേറ്റുള്ള പദാർത്ഥങ്ങൾ, ഉദാഹരണത്തിന് ആക്സിലറേറ്റഡ് പാർട്ടിക്കിൾ കൊളൈഡർ. നമ്മൾ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിനെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അവിടെ പാർട്ടിക്കിൾസിനെ അതിശക്തമായ വേഗതയിലേക്ക് ആക്സിലറേറ്റ് ചെയ്യിപ്പിച്ച് പരസ്പരം കൂട്ടിയിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൂട്ടിയിടിപ്പിക്കുമ്പോൾ അവിടെ അതിശക്തമായിട്ടുള്ള ഒരു താപനില ഉണ്ടാവുകയും അവിടെയുള്ള പദാർത്ഥങ്ങൾ ഒരു പ്ലാസ്മ സ്റ്റേറ്റിലൂടെ കടന്നു പോവുകയും ചെയ്യും. അപ്പോഴുള്ള അവയുടെ വേഗത എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വളരെ അടുത്തുള്ള ഒരു വേഗതയാണ്. അവിടെ മാത്രമല്ല, ന്യൂക്ലിയർ റിയാക്ടറുകൾ നമ്മുടെ ഭൂമിയിൽ ധാരാളമായിട്ടുണ്ട്. നമ്മൾ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആണ് അവ ഉപയോഗിക്കുന്നത്.
അങ്ങനെ ഊർജ്ജത്തെ ഉണ്ടാക്കിയെടുക്കുമ്പോഴും അവിടെ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദ്രാവകങ്ങൾ പ്രകാശത്തിൻ്റെ അടുത്തുള്ള വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട്. ഈ പ്രബന്ധത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില പാരാമീറ്ററിനെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് വിസ്കോസിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് തേൻ എടുക്കാം, ഒരു ഗ്ലാസ് വെള്ളവും എടുക്കാം. തേൻ ഞാൻ എൻ്റെ കയ്യിലോട്ട് ഒഴിക്കുകയാണ്, എൻ്റെ കയ്യിൽ തേൻ ഒട്ടിപ്പിടിച്ചിരിക്കും. എന്നാൽ ജലമാണ് ഞാൻ എൻ്റെ കയ്യിലേക്ക് ഒഴിക്കുന്നതെങ്കിൽ ആ ജലം ഒട്ടിപ്പിടിച്ചിരിക്കില്ല. ജലം എൻ്റെ കൈ നനയ്ക്കുമായിരിക്കും, പക്ഷേ ആ ജലം എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറ്റ് താഴേക്ക് വീണു പോകുന്നതാണ്. എത്രമാത്രം ഒരു ദ്രാവകം നമ്മുടെ ശരീരത്ത് ഒട്ടിപ്പിടിക്കുന്നതാണ് അതിൻ്റെ വിസ്കോസിറ്റി. ഒരുപാട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിസ്കോസിറ്റി വളരെയധികം കൂടുതലാണ്. അതായത് ഹണി അല്ലെങ്കിൽ തേനിൻ്റെ വിസ്കോസിറ്റി ജലത്തിനേക്കാൾ വളരെ കൂടുതലാണ്. എളുപ്പം മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. ഒരു ജാറിൻ്റെ ഉള്ളിൽ ഞാൻ വെള്ളം എടുക്കുകയാണ്. നമുക്ക് വെളിയിൽ നിന്നാൽ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ജാറാണ്, അതായത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ജാറാണ്. അപ്പോൾ ആ ജാറിനെ ഞാൻ തല തിരിക്കുകയാണ്. നേരെ തല തിരിക്കുമ്പോൾ ഉള്ളിലുള്ള ജലം അപ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ തലതിരിഞ്ഞ് അതിലേക്ക് വീഴുന്നതാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ജാറിലേക്ക് ഞാൻ തേൻ ഒഴിക്കുകയാണ്. അതിനുശേഷമാണ് ഞാൻ ഈ ജാറിനെ തല തിരിക്കുന്നതെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന തേൻ തിരികെ താഴേക്ക് വരാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. വളരെ സ്ലോ മോഷനിലായിരിക്കും ആ ഒരു പ്രക്രിയ നടക്കുക. ജലത്തിൽ വളരെ ഫാസ്റ്റായിട്ട് നടന്നു, പക്ഷേ ഇവിടെ വളരെ സ്ലോ ആയിട്ട് നടന്നു. അതിൻ്റെ കാരണമാണ് വിസ്കോസിറ്റി. എത്രമാത്രം സ്ലോ ആകുന്നുണ്ടോ അത്രമാത്രം അവിടെ വിസ്കസ് ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. എന്ത് കാരണത്താലാണ് തേനിലും ജലത്തിലും വ്യത്യസ്തമായിട്ടുള്ള വിസ്കോസിറ്റി ഉണ്ടായിരിക്കുന്നത്? അതിൻ്റെ കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ പ്രത്യേകതയാണ്. പദാർത്ഥങ്ങൾ പരസ്പരം കൂട്ടി ഇടിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ലിക്വിഡിലും അതുപോലെ ഗേഷ്യസ് ആയിട്ടുള്ള പദാർത്ഥങ്ങളിലും അങ്ങനെ കൂട്ടി ഇടിക്കാറുണ്ട്. ഈ കൂട്ടിയിടിക്കുമ്പോൾ ആ കൂട്ടിയിടിക്കുന്ന പദാർത്ഥങ്ങളുടെ ഫ്രിക്ഷൻ അനുസരിച്ചായിരിക്കും ആ കൂട്ടിയിടി സംഭവിക്കുക. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം എടുക്കാം. ഇപ്പം ഒരു ഫ്ലോർ, അപ്പോൾ ആ ഫ്ലോറിൽ കാർപ്പറ്റ് വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കാർപ്പറ്റിൻ്റെ മുകളിലൂടെ നമ്മൾ തെന്നി പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധിക്കില്ല. വളരെ കുറച്ച് മാത്രം നമുക്ക് തെന്നാൻ സാധിക്കുകയുള്ളൂ. കാരണം കാർപ്പറ്റ് നമ്മുടെ കാലുമായിട്ടുണ്ടാക്കുന്ന ഫ്രിക്ഷൻ അത് വളരെയധികം കൂടുതലാണ്. അതേസമയം നമ്മൾ വളരെ മിനുസമുള്ള ഒരു ടൈലിട്ട ഒരു തറയിലൂടെയാണ് ഇപ്രകാരം തെന്നിപ്പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തെന്നി കുറച്ച് ദൂരം പോകാനായിട്ട് സാധിക്കും. അതിൻ്റെ കാരണം ആ ടൈലിൻ്റെ മുകൾ ഭാഗത്ത് അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളും നമ്മുടെ കാലിൻ്റെ അടിഭാഗത്ത് അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളും തമ്മിലുണ്ടാക്കുന്ന ആ ഉരസലാണ്. അത് വളരെ സ്മൂത്തായിട്ടാണെങ്കിൽ പെട്ടെന്ന് ഒഴുകിപ്പോകും. ഇതുപോലെ തന്നെയാണ് ജലത്തിൻ്റെ കാര്യത്തിലും. ജലത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ വളരെ ഈസി ആയിട്ട് പരസ്പരം തെന്നി മാറും. അവിടെ ഫ്രിക്ഷൻ വളരെ അധികം കുറവാണ്, അല്ലെങ്കിൽ ഉരസൽ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തന്നെ നടക്കും. പക്ഷേ തേനിൽ അങ്ങനെയല്ല. തേനിൽ അതിലടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ പരസ്പരം തെന്നി മാറുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. അത് ആ പദാർത്ഥങ്ങളുടെ പ്രത്യേകതയാണ്. ഇനി നമുക്ക് ഈ ലിക്വിഡിനെ അല്ലെങ്കിൽ ഈ ദ്രാവകത്തെ റിലേറ്റിവിറ്റി തിയറിയിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് എന്താണ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഒരു 2 ഉദാഹരണം വെച്ചിട്ട് മാത്രം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തതാണ്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. പ്രകാശത്തിൻ്റെ അടുത്തുള്ള വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു പൂച്ചയെ നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ സഞ്ചരിക്കുന്ന ആ പൂച്ച നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ചെറുതായി പോകുന്നതാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ വലിപ്പം നമ്മൾ സഞ്ചരിക്കുന്നതിന് മുമ്പ് നോക്കുമ്പോൾ ഇത്രയും ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രകാശത്തിൻ്റെ അടുത്തുള്ള വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ വലിപ്പം ചുരുങ്ങിപ്പോകുന്നതാണ്. ഇതാണ് ലെങ്ത് കോൺട്രാക്ഷൻ. റിലേറ്റിവിറ്റി തിയറിയിലെ രണ്ടാമത്തെ ഒരു ഫീച്ചറാണ് ടൈം ഡയലേഷൻ. ടൈം ഡയലേഷൻ മനസ്സിലാക്കാനായിട്ട് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ആ ഉദാഹരണത്തിന് വേണ്ടി വളരെയധികം നീളമുള്ള ഒരു ട്രെയിനാണ് ഞാൻ എടുക്കുന്നത്. ആ ട്രെയിനിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഫിലിം ആക്ടർ അക്ഷയ് കുമാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ലേസർ ഗണ്ണുമുണ്ട്. ലേസർ ഗണ്ണ് പ്രയോഗിക്കുമ്പോൾ അതിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത് ലേസർ രശ്മിയാണ്. അപ്പോൾ ലേസർ രശ്മി എന്ന് പറയുന്നത് പ്രകാശം തന്നെയാണ്. അതുകൊണ്ട് പ്രകാശത്തിൻ്റെ വേഗതയിലായിരിക്കും ഈ ലേസർ രശ്മി സഞ്ചരിക്കുക. അപ്പോൾ അദ്ദേഹം ആ ട്രെയിനിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ആ ലേസർ ഗണ്ണ് പ്രയോഗിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ അതേ ലെവലിൽ തന്നെ ഞാൻ പ്ലാറ്റ്ഫോമിലും നിൽപ്പുണ്ട്. എൻ്റെ കയ്യിലും ഒരു ലേസർ ഗണ്ണുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ലേസർ ഗണ്ണ് ട്രെയിനിൻ്റെ മുൻഭാഗത്തേക്ക് പ്രയോഗിക്കാൻ പോവുകയാണ്.
ഞങ്ങളുടെ 2 പേരുടെയും കയ്യിലുള്ള ലേസർ ഗണ്ണിലെ ഏത് ലേസറായിരിക്കും ആദ്യം ട്രെയിനിൻ്റെ ഏറ്റവും മുൻപിലുള്ള ബോഗിയുടെ അരികിലെത്തുക. ഇതൊരു മത്സരമാണ്, ആരുടെ ആദ്യം എത്തുമെന്ന് അറിയണം. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഞങ്ങൾ ആ ലേസർ ഗൺ ഉപയോഗിക്കുന്ന ആ സമയത്ത് അക്ഷയ് കുമാർ നിൽക്കുന്ന ആ ട്രെയിൻ സഞ്ചരിക്കും, പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കും. അതുകൂടാതെ ഞങ്ങളുടെ 2 പേരുടെയും കയ്യിൽ ഓരോ വാച്ചുകളുണ്ട്. ഞാൻ ആ ട്രിഗർ അമർത്തുന്നു, അതേ സമയത്ത് തന്നെ അക്ഷയ് കുമാർ ട്രിഗർ അമർത്തുന്നു, ട്രെയിൻ പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്നു. ആ സമയത്ത് എൻ്റെ കയ്യിലെ ലേസറിലെ രശ്മി ട്രെയിനിൻ്റെ ഏറ്റവും മുൻപിലത്തെ ബോഗിയിൽ ആദ്യം എത്തിച്ചേരുന്നു. അപ്പോൾ എൻ്റെ വാച്ചിൽ 1 മിനിറ്റ് സമയം മാത്രമേ ആയിട്ടുള്ളൂ. 1 മിനിറ്റ് സമയം കൊണ്ട് അതവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഞാൻ അക്ഷയ് കുമാറിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലേസർ ഇപ്പോഴും ട്രെയിനിൻ്റെ ഏറ്റവും മുൻപിലെത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ അക്ഷയ് കുമാറിനോട് പറയും, ഞാനാണ് വിജയിച്ചത്, നിങ്ങൾ തോറ്റുപോയെന്ന് പറയും. പക്ഷേ അക്ഷയ് കുമാർ അത് സമ്മതിക്കത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലെ വാച്ചിൽ ഇപ്പോഴും സമയം 1 മിനിറ്റ് ആയിട്ടില്ല. എൻ്റെ ലേസർ അവിടെ എത്തിക്കഴിഞ്ഞ അടുത്ത ഒരു നിമിഷത്തിൽ മാത്രമായിരിക്കും അക്ഷയ് കുമാറിൻ്റെ ലേസർ അതിൻ്റെ ഫ്രണ്ടിലെത്തുക. ആ സമയം മാത്രമേ അക്ഷയ് കുമാറിൻ്റെ സമയം 1 മിനിറ്റായിട്ട് മാറത്തുള്ളൂ. അവിടെ സംഭവിക്കുന്നത് അക്ഷയ് കുമാറിൻ്റെ ടൈം സ്ലോ ആയി. പ്രകാശത്തിൻ്റെ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ടൈം സ്ലോ ആകുന്ന ആ ഒരു ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് ടൈം ഡയലേഷൻ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ വീഡിയോ കാണാവുന്നതാണ്. ഇപ്പോൾ ഈ 2 കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി റിലേറ്റിവിറ്റി തിയറിയും ഹൈഡ്രോ ഡൈനാമിക്കും പരസ്പരം ഒന്നിപ്പിക്കാം. പ്രകാശത്തിൻ്റെ വേഗതയിൽ ഈ ദ്രാവകങ്ങൾ സഞ്ചരിക്കുമ്പോൾ എന്താണ് അതിൽ സംഭവിക്കുക എന്ന് അറിയണ്ടേ? അതിനുവേണ്ടി ഈ ഒരു പ്രബന്ധത്തിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ലങ്കേവിയൻ ഇക്വേഷനാണ്. ഇപ്പോൾ ലങ്കേവിയൻ ഇക്വേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ അതിലേക്ക് നേരിട്ട് കടക്കുന്നില്ല, ഇൻഡയറക്റ്റ്ലി ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. ലങ്കേവിയൻ ഇക്വേഷനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മൊമെൻറ്റം എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു വ്യക്തി നമ്മുടെ നേരെ ഓടി വരികയാണ്, നമ്മുടെ നേരെ ഓടി വന്ന് നമ്മളെ തട്ടി തെറിപ്പിച്ചിട്ട് അയാൾ ഓടി അങ്ങ് പോവുകയാണ്. അപ്പോൾ അയാൾ നമ്മളെ തട്ടിത്തെറിപ്പിക്കുമ്പോൾ നമുക്കൊരു പവർ അനുഭവപ്പെട്ടു, അയാളുടെ ഒരു പവർ അനുഭവപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഊർജ്ജം നമുക്ക് അനുഭവപ്പെട്ടു. ആ ഊർജ്ജത്തെയാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. ആ ഊർജ്ജം അയാളുടെ മൊത്തത്തിലുള്ള ഭാരം അല്ലെങ്കിൽ മാസ്, അതുമല്ലെങ്കിൽ പിണ്ഡവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം സഞ്ചരിച്ച വേഗതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊമെൻറ്റത്തിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷനായിട്ട് നമുക്ക് എഴുതാം. മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദ്രാവകത്തിലും ആപ്ലിക്കബിൾ ആണല്ലോ. ദ്രാവകത്തിലും പദാർത്ഥങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവ പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ മൊമെൻറ്റവും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു വ്യക്തിയാണ് എന്നെ വന്ന് കൂട്ടിയിടിച്ചത്, പക്ഷേ ഒരു ദ്രാവകത്തിൻ്റെ ഉള്ളിൽ ഒരു പാർട്ടിക്കിളല്ല, ഒരുപാട് പാർട്ടിക്കിളുണ്ട്. ആ ഒരുപാട് പാർട്ടിക്കിൾ പരസ്പരം കൂട്ടിമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾ കൂട്ടിമുട്ടുകയാണെങ്കിൽ അവിടെ നമ്മൾ അതിൻ്റെ ഡെൻസിറ്റി കൂടി മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു കുപ്പി വെള്ളം എടുക്കുകയാണ്. ഇപ്പോൾ പെപ്സിയുടെയും അതുപോലെ സ്പ്രൈറ്റിൻ്റെയൊക്കെ കുപ്പി ഉണ്ടല്ലോ. അപ്പോൾ ആ കുപ്പിക്കകത്ത് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അടപ്പ് തുറന്ന് ഞാനിങ്ങനെ നിലത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നിലത്തേക്ക് ഒഴിക്കുമ്പോൾ എൻ്റെ കൈ അവിടെ വെക്കുമ്പോൾ എനിക്ക് ആ ഫോഴ്സ് എത്രമാത്രം ഉണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. അതാണല്ലോ ആ ജലത്തിൻ്റെ ഒഴുക്ക്. പക്ഷേ എല്ലായ്പ്പോഴും ആ ജലത്തിൻ്റെ മൊമെൻറ്റം അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് ഒരുപോലെ തന്നെ ആയിരിക്കുമോ? അല്ല. ആ കുപ്പിയുടെ മുകൾ ഭാഗം ഞാൻ മുറിച്ചു മാറ്റി. അപ്പോൾ അതിൻ്റെ വാവട്ടം എന്ന് പറയുന്നത് വളരെയധികം വലിപ്പമുള്ളതാണ്. കുപ്പിയുടെ അറ്റമാണെങ്കിൽ വളരെ ചെറുതാണ്, പക്ഷേ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു വാവട്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ മുറിച്ചു മാറ്റിയതിന് ശേഷം വെള്ളം ഒഴിക്കുമ്പോൾ അത് മറ്റൊരു ഫോഴ്സിലായിരിക്കും വരിക. അപ്പോൾ മൊമെൻറ്റം മാറുന്നുണ്ട്. ഒരു വ്യക്തി നമ്മളെ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന മൊമെൻറ്റമല്ല ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്നത്. ദ്രാവകങ്ങളിൽ അവിടുത്തെ ഡെൻസിറ്റിയും ബാധകമാണ്. ഒരു ചെറിയ ഉദാഹരണം കൂടെ ഞാൻ പറയാം. നമ്മൾ നിത്യജീവിതത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ്. നമ്മൾ ഓസ് ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ചെടികൾക്ക് വെള്ളം നനയ്ക്കാറുണ്ട്, അതുപോലെ തന്നെ വണ്ടി കഴുകാറുണ്ട്. ആ ഓസിൽ നിന്ന് വളരെ ഫോഴ്സ് കുറഞ്ഞ രീതിയിൽ ജലം വരികയാണെന്ന് കരുതുക. പക്ഷേ ആ ഓസിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഒരു വിരൽ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം വെളിയിലേക്ക് തെറിച്ചായിരിക്കും പോവുക. അത് മുമ്പുണ്ടായിരുന്ന ഫോഴ്സിനേക്കാൾ ശക്തമായ ഒരു ഫോഴ്സിലായിരിക്കും കടന്നു പോവുക. കാരണം വെള്ളം ഇപ്പോൾ ഒരു ചെറിയ സ്പേസിലൂടെയാണ് കടന്നു വരുന്നത്. ചുരുക്കത്തിൽ ഇവിടെ വലിപ്പത്തിന് അല്ലെങ്കിൽ ലെങ്തിന് വലിയ പ്രാധാന്യമുണ്ട്.
കുറഞ്ഞ ലെങ്ത് ആണെങ്കിൽ ജലം കൂടുതൽ ഫോഴ്സിൽ വരും, കുറച്ചുകൂടെ വലിപ്പം ഉണ്ടെങ്കിൽ കുറഞ്ഞ ഫോഴ്സിലെ ജലം വരത്തുള്ളൂ. ഇവിടെ റിലേറ്റിവിറ്റി തിയറി കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിലോ, റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് പ്രകാശത്തിൻ്റെ അടുത്തുള്ള വേഗതയിൽ ഒരു പദാർത്ഥം സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ വലിപ്പം ചുരുങ്ങിപ്പോകുന്നതാണ്, ലെങ്ത് കോൺട്രാക്ഷൻ സംഭവിക്കുന്നതാണ്. അങ്ങനെ ലെങ്ത് കോൺട്രാക്ഷൻ സംഭവിക്കുമ്പോൾ ഈ ദ്രാവകത്തിൻ്റെ വേഗത കുറഞ്ഞു പോകുന്നതാണ്. വളരെ സ്ലോ മോഷനിലായിരിക്കും ദ്രാവകം അവിടെ ഒഴുകുക. അതായത് അതിൻ്റെ വിസ്കോസിറ്റി വർദ്ധിക്കുന്നു. ഈ ശാസ്ത്ര പ്രബന്ധത്തിൽ മാത്തമെറ്റിക്കൽ ഇക്വേഷൻസിൻ്റെ സഹായത്താൽ ഗവേഷകൻ കണ്ടെത്തിയിരിക്കുന്നതും അതേ ഫാക്റ്റ് തന്നെയാണ്. റോക്കറ്റിൽ പ്രകാശത്തിൻ്റെ അടുത്തുള്ള വേഗതയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു ഗ്ലാസ് ജലം നമ്മൾ ഇങ്ങനെ ഒഴുക്കുകയാണെങ്കിൽ ആ ജലം ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാവിറ്റി ഇല്ലാത്ത രീതിയിൽ സഞ്ചരിക്കുന്നത് പോലെ ആയിരിക്കും അനുഭവപ്പെടുക. വളരെ സ്ലോ മോഷനിൽ, നേരെ താഴേക്കായിരിക്കില്ല, അത് വളഞ്ഞ് ഒരു പ്രത്യേക രീതിയിലായിരിക്കും സഞ്ചരിക്കുക. അങ്ങനെ വളഞ്ഞു പോകുന്നത് വളരെ വളരെ കുറഞ്ഞ വേഗതയിൽ സ്ലോ മോഷനിൽ, തേൻ ഒഴുകുന്നതിനേക്കാളും സ്ലോ മോഷനിലായിരിക്കും സഞ്ചരിക്കുക. ഇങ്ങനെയൊരു കണ്ടെത്തൽ നടത്തിയതിലൂടെ മനുഷ്യന് എന്താണ് പ്രയോജനമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. ഒരുപാട് പ്രയോജനമുണ്ട്. പ്രധാനമായിട്ടും ബ്ലാക്ക് ഹോളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബ്ലാക്ക് ഹോളിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ഹോളിന് ചുറ്റുമുള്ള അക്രീഷൻ ഡിസ്കിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ അക്രീഷൻ ഡിസ്ക് ശരിക്കും എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം അങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള തിയറി കൂടി അപ്ലൈ ചെയ്യണം. അതുകൂടാതെ നമുക്ക് ഫ്യൂച്ചറിൽ വലിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ തന്നെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ ഈ പാർട്ടിക്കിൾ കൊളൈഡറിനെ കുറിച്ച് പറഞ്ഞല്ലോ, ആക്സിലറേറ്റഡ് പാർട്ടിക്കിൾ കൊളൈഡർ. അവിടെ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള യഥാർത്ഥ പ്രതിഭാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. അതിലൂടെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉൽപ്പാദിപ്പിച്ചെടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മൾ ദൈവഗണം അല്ലെങ്കിൽ ഹിഗ്സ് ബോസോൺ എന്നൊക്കെ പറയുന്ന ആ കണത്തെ ശരിക്കും കണ്ടുപിടിച്ചത് ഈ ആക്സിലറേറ്റഡ് പാർട്ടിക്കിൾ കൊളൈഡർ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. കൂടാതെ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന സ്പേസ് ക്രാഫ്റ്റുകളെ നിർമ്മിക്കാൻ ഈ തിയറികൾ നമ്മളെ സഹായിക്കും. കൂടാതെ അതിശക്തമായ വേഗതയിൽ സ്പേസ് ക്രാഫ്റ്റ് സഞ്ചരിക്കുകയാണെങ്കിൽ സ്പേസിൽ അടങ്ങിയിരിക്കുന്ന വളരെ നേർത്ത സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഈ സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഉള്ളിലൂടെ തുളച്ച് ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അത്രയും വേഗതയിലാണല്ലോ സ്പേസ് ക്രാഫ്റ്റ് സഞ്ചരിക്കുന്നത്. അത് ഒഴിവാക്കാനായിട്ട് സ്പേസ് ക്രാഫ്റ്റിന് ഒരു സുരക്ഷാ കവചം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. പ്രപഞ്ചം ഉണ്ടായത് തന്നെ ഒരു വലിയ എക്സ്പാൻഷനിലൂടെയാണല്ലോ. ആ എക്സ്പാൻഷൻ ഇപ്പോഴും തുടർന്നു പോകുന്നു. എന്നാൽ ആദ്യമുണ്ടായിരുന്ന ആ എക്സ്പാൻഷൻ റേറ്റിനേക്കാൾ തീവ്രമായ രീതിയിൽ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ വേഗത കുറഞ്ഞ് ഇപ്പോഴുള്ള ഒരു വേഗതയിലേക്ക് മാറുകയും ചെയ്തു. അതായത് ഇടക്കാലത്ത് പ്രപഞ്ചത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ അതിശക്തമായ വേഗതയിൽ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്തിരുന്നു. എന്നാൽ അത് എന്തുകൊണ്ടാണ് എക്സ്പാൻഡ് ചെയ്തതെന്ന് ഇപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ റിലേറ്റിവിസ്റ്റിക് ഹൈഡ്രോഡൈനാമിക് പഠനങ്ങൾ അതിന് നമ്മളെ സാധ്യമാക്കുന്നതാണ്. ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ നമ്മൾ വലിയ അളവിലുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവിടെയും ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് ഊർജ്ജം കുറഞ്ഞ ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകും. ഇപ്പോൾ ഏറ്റവും നൂതനമായിട്ട് ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്പേസിലുള്ള സെലസ്റ്റിയൽ ബോഡികളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. ലീഗോ ഒബ്സർവേറ്ററി അതിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ്. അതായത് ബ്ലാക്ക് ഹോളുകൾ സൃഷ്ടിക്കുന്ന അതിതീവ്രമായിട്ടുള്ള ഒരു തരംഗമുണ്ട്, ഗ്രാവിറ്റേഷണൽ വേവ്. ആ ഗ്രാവിറ്റേഷണൽ വേവിനെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ഹോളിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾ മാത്രമല്ല, സ്പേസിലുള്ള എല്ലാ പദാർത്ഥങ്ങളും ഇത്തരത്തിലുള്ള ഗ്രാവിറ്റേഷണൽ വേവുകൾ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ബ്ലാക്ക് ഹോളിൻ്റെ ആകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ സൂര്യൻ്റെയൊക്കെ തിരിച്ചറിയാൻ വളരെ വളരെ പ്രയാസമാണ്. ഇങ്ങനെ ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉപയോഗിച്ചിട്ട് ആസ്ട്രോണമിക്കൽ പഠനങ്ങൾ നടത്തുമ്പോൾ അവിടെ നമ്മളെ സഹായിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന തിയറികളാണ്. അതുകൊണ്ട് തന്നെ തിയറിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഭാവിയിൽ വരാൻ പോകുന്ന നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ അത് എന്താണെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇത്തരത്തിലുള്ള തിയറികളാണ് ആദ്യം ഉണ്ടാകുന്നത്. ആ തിയറിയിൽ നിന്നാണ് പിന്നീട് പല ഗവേഷകർ നൂതനമായിട്ടുള്ള ടെക്നോളജികൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്തായാലും വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ ശാസ്ത്ര പ്രബന്ധമായിട്ട് പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്നത്. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്.
ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.